ഇതാ പുല്ല് കഴിക്കണം ചേട്ടൻ അടുത്ത ജോലി തുടങ്ങിയിരിക്കുകയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാലേ ഭയങ്കരമായി പുല്ല് മുളയ്ക്കും. അപ്പോൾ നമ്മൾ വാഴ വെച്ചിരിക്കുന്ന തോട്ടം ആ വീടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് പുല്ല് നല്ല രീതിയിൽ ഉണ്ടായി. അപ്പം അത് കരിച്ചു കൊടുക്കാമെന്ന് വെച്ചു. ഇത് മുണ്ടാനൊക്കെ വീഴുന്ന അപ്പൊടി മേല് പൊള്ളൂലേ? അതിനാ പിന്നെ എന്നാൽ പിന്നെ ഒരു തോർത്ത് എന്തെങ്കിലും എടുത്ത് വട്ടം ചുറ്റിയാൽ മതിയായിരുന്നു. പിന്നെ ബൊമ്മാസിന്റെ കാര്യം ഒത്തിരി പേര് ചോദിക്കണ്ടാവും. പ്രായമായ കോഴിയാ. ഞാനാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരു മാവിൽ കാച്ചതാണേ. താഴെ ഇതേ ഉള്ളു. ടൈം പാസ് അല്ല, ഇതിൽ ജസ്റ്റ് അത് ഫ്രണ്ടൊക്കെ ഒന്ന് എടുക്കാറുണ്ട്. അല്ല, നമ്മുടെ ബെൽറ്റ് നമുക്ക് ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങാം. ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹാപ്പി സൺഡേ ആയിട്ട് നമ്മൾ രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ആൻസൂട്ടൻ്റെ പള്ളിയിൽ പോയി. നാളെ ആൻസൂട്ടൻ്റെ വിശ്വാസോത്സവം ക്ലാസ് തുടങ്ങുകയാണ്. പള്ളിയിൽ ഇങ്ങനെ വെക്കേഷൻ ടൈമിൽ ഉണ്ടാകുന്ന ക്ലാസ്സസാണ്. പിന്നെ അവന് വേദപാഠത്തിൻ്റെ എക്സാം, ആദ്യമായിട്ട് ആൻസൂട്ടൻ വേദപാഠത്തിൻ്റെ എക്സാം എഴുതാൻ പോവുകയാണ് ഏപ്രിൽ 5-ാം തീയതി. അങ്ങനെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ലൈഫ് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ ചേട്ടൻ്റെ സ്പെഷ്യൽ കട്ടൻ ചായയും പിന്നെ എൻ്റെ സ്പെഷ്യല് നല്ല സോഫ്റ്റായ പൂ പോലത്തെ നാവിലിട്ടാൽ അങ്ങ് അലിഞ്ഞു പോകുന്ന നമ്മുടെ അയ്യൻ്റെ സ്മെല്ല് അടുത്ത് വിളിച്ചപ്പോൾ നല്ല ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി ഇവിടെ മൊത്തം ആകെ കോടാലിയായിട്ട് കിടക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതാ ഇത്രയും പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ജ്യൂസോ പാഷൻ ഫ്രൂട്ട് ഷേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഇവിടെ കുറേ പാത്രങ്ങളെല്ലാം കിടക്കുന്നു. എല്ലാം കഴുകാനായിട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം കഴുകണം. ഇടിയപ്പം ഉണ്ടാക്കിയ പാത്രം. പിന്നെ അവിടെ ഇടിയപ്പത്തിന് നമ്മുടെ ലിവർ ഫ്രൈ ആണ് കേട്ടോ. ഇതാ ലിവർ ഫ്രൈ ആണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു. ഇനി എനിക്ക് ഈ പാത്രം ഇരിക്കണം. പിന്നെ അതെല്ലാം അവിടെ കഴുകട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ലൈഫ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകളാലും ഒക്കെ. അവിടെ ഫാനിൻ്റെ നോയ്സ് ഭയങ്കര. അപ്പം ഞാൻ ഇച്ചിരി വേർത്താലും വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകരുതല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫാൻ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ ഈ സമയത്ത് പാത്രം കഴുകണം എനിക്ക് ഇഷ്ടമാണ്. എന്താണെന്നറിയോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ സമയത്ത് വെള്ളത്തിൽ പണിതാൽ ഒരു തണുപ്പ് കിട്ടുമല്ലോ. അറ്റ്ലീസ്റ്റ് കൈക്കെങ്കിലും ഒരു തണുപ്പ് കിട്ടുമ്പോൾ ഒരിതാവും. പിന്നെ നമ്മുടെ ബാസ്കിമോനെ നമ്മൾ ഫ്രണ്ടിലേക്ക് കെട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വലിയൊരു കമ്പിയൊക്കെ നീളത്തിൽ വലിച്ച് കെട്ടി ബാസ്കിമോൻ്റെ ചങ്ങല അതിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താ അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടങ്ങ് പോകുന്നു. ഇന്നലെ ആണെങ്കിൽ മൊത്തം ക്ലീൻ ചെയ്തു കേട്ടോ. ഇന്നലെ വീടൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ ആൻസുകളെ കൂടിയാണ് ക്ലീൻ ചെയ്തത്. അവസാനം ആൻസ് കളിക്കാനായിട്ട് പോയി. പിന്നെ അലമാരിയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അലമാരിലിരുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി. തുണി വയ്ക്കണം അലമാരി കേട്ടോ. പിന്നെ ബൊമ്മാസിൻ്റെ കാര്യം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടാവും. പ്രായമായ കോഴിയാ.
ഞാനാണെങ്കിൽ അതിനെ ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിയത്, ഇറച്ചിക്ക് വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയത്. ആരോ വീട്ടുകാർ കൊള്ളാൻ വേണ്ടി കൊടുത്തുനിന്ന് വാങ്ങിയതാണേ. അപ്പോൾ വാങ്ങിയിട്ട് ഇപ്പം 3 വർഷം ആകുക. അപ്പം ഒരു കോഴിയുടെ ആയുസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മൂപ്പെത്തണ പ്രായം 9 മാസമാണ്. അതും കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അത്രയും പ്രായമായതുകൊണ്ട് അതിന് എത്ര നാളുണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഒരസുഖങ്ങൾ നമ്മൾ പ്രായമായി മരിക്കാറാകുമ്പോഴത്തേക്ക് തന്നെ അസുഖങ്ങളൊക്കെ വരത്തില്ല. അതൊക്കെ തന്നെയാണ്. അന്നേ കാലിനൊരു വയ്യായികയോട് കൂടിയാണ് കിട്ടിയത്. അപ്പോൾ അത് ഇത്ര നാളായിട്ട് നമ്മൾ സൂക്ഷിച്ച് കണ്ടിരുന്നെങ്കിൽ പ്രായമാകുന്നവരാണ്. പിന്നെ പെടയാണെങ്കിൽ പ്രായമായ പെടയാണ്. പെട ഞാനത് 1 വർഷത്തിൽ കൂടുതലൊന്നും ആ പെട ജീവിക്കില്ലെന്നാണ് ഓർത്തത്. പക്ഷേ ആ പെട ഇപ്പോൾ 1.5 കൊല്ലത്തോളം ആയെന്ന് തോന്നുന്നു. 1.5 കൊല്ലമായി, 2 വർഷത്തോളമായി ആ പെടേനെ വാങ്ങിയിട്ട്. 1 വർഷമൊക്കെ എന്താണെങ്കിലും ആയിട്ടുണ്ട്. അമ്മാതിരി മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഒന്നും ഇനിയിപ്പോൾ അവന് ചെയ്യാനൊന്നുമില്ല. പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. നടക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഞാനിപ്പോൾ അവനിൽ കാണുന്നുള്ളൂ. ചായ ഇവിടെ ഏറ്റവും കൂടുതൽ ആഹാരം ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ വെന്ത് കൊടുക്കുന്നതും ഈ പാത്രം ഇതാ ഏറ്റവും കൂടുതൽ. പതുങ്ങി 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 വരുന്നൊരു കള്ളനെ കണ്ടോ നിങ്ങൾ, കള്ളനെ കണ്ടോ നിങ്ങൾ. ചായ ചൂടാറിപ്പോയി. ഇനിയിപ്പോൾ ഐസായിട്ട് കുടിക്കാം. നമുക്ക് ഐസ് ക്യൂബും കൂടെ ഇടാം. കോൾഡ് ചായ. അങ്ങനെ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ജാക്സൺ ചേട്ടൻ. നമ്മുടെ ബീഫാണോ? ലിവർ കുറവുള്ളവർക്ക് ലിവർ കഴിച്ചാൽ ലിവർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചേട്ടന് ലിവറൊക്കെ ഉണ്ടല്ലോ. എനിക്കിഷ്ടം പോലെ ലിവറുണ്ട്. എല്ലാവരും പറയും. എങ്ങനെയുണ്ട് എൻ്റെ ഇടിയപ്പം ചേട്ടൻ്റെ ലിവറും? പറയൂ സുഹൃത്തെ. എനിക്കാണോ ചേട്ടനാ ടേസ്റ്റ് ചെയ്യണ്ടേ? വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മൾ ഉണ്ടാക്കി ആദ്യം അവർക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴിക്കാറില്ലേ? കഴിക്കുന്ന അഭിപ്രായം പറയാൻ കേൾക്കാൻ നിൽക്കുമോ? എന്ത് പറയാം, കുറ്റമുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. പറഞ്ഞോ. ഇടിയപ്പം നല്ലതാണോ? അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാ അപ്പം ഞാൻ വാക്ക് മാത്രം തയ്ക്കാണ്ട്. പണ്ടത്തെ കാലത്ത് കണ്ടം അതായത് നില എന്നാന്ന് പറഞ്ഞ ഉഴുന്നയോ നിലം അടിക്കുന്നത് അല്ല, നില ഉഴുന്നത് നിലം പൂട്ടുന്നത്. ആ, നിലം പൂട്ടണത്. കാളാനെ വെച്ച് നില ഉഴും. അയ്യെന്നാ പറയണേ? നില ഉഴുന്നത്. കാള നില ഉഴുന്നു പറയില്ലേ? ഉഴുന്നു. അങ്ങനെ നില ഉഴുന്ന കണ്ടം പൂട്ടണ കലപ്പ. അത് എളുപ്പം പറയും. ഇതാണ് കേട്ടോ കലപ്പ. അതെങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അത് കാളയുടെ പുറത്തേക്ക് വെച്ച് കെട്ടിയിട്ട് പഴയ സിനിമകളിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. എന്നിട്ട് കാളേനെ അടിച്ച് കണ്ടത്തിക്കൂടെ ഓടിക്കും. ഒരു പുള്ളി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുകയും ചെയ്യും. പാവം കാളകൾ കാണുമ്പോൾ വിഷമം വരുമായിരുന്നു. ഇപ്പോൾ പുതിയ ട്രാക്ടറൊക്കെ കണ്ടുപിടിച്ച ആളുകൾക്കൊക്കെ വളരെ നന്ദി.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ കലപ്പായ എന്ന് പറയുന്നത്. കലപ്പയും ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ ബി.എഡിന് പഠിച്ചപ്പോൾ സ്റ്റിൽ മോഡലും വർക്കിംഗ് മോഡലൊക്കെ കാണിച്ചത് കലപ്പയായിരുന്നു. കാളയും കലപ്പയായിരുന്നു ഞാൻ കാണിച്ചത് വർക്കിംഗ് മോഡൽ. പിന്നെ സ്റ്റിൽ മോഡൽ കാണിച്ചതൊരു കൊട്ടയായിരുന്നു. അതൊക്കെ കാണിക്കണം ബി.എഡിന്. അയ്യോ പുക, ഷീറ്റ് പുകയ്ക്കുവാ ചേട്ടൻ. ഇതാ നിൽക്കുന്നു ഈ വെയിലത്ത്. അപ്പോൾ ഇതാ തണലത്ത് മാറി നിൽക്കട്ടെ. ഞാനിവിടെ ഇരിക്കുവാണ് കേട്ടോ. എൻ്റെ പൊന്നോ, വിയർത്തതാ ഒഴുകുക. ഇതിലെല്ലാം വിയർപ്പ് പിന്നെ ഒഴുകുക. ഞാനിപ്പോൾ ഷോളിന് തുടച്ചത്. അമ്മാതിരി വിയർപ്പ്. ഞാൻ വിയർക്കണ ആളേ അല്ല, എന്നിട്ട് പോലും വിയർക്കുക. വയ്യ വയ്യ. ഇന്ന് വെയിലെന്ന് വെച്ചാൽ അന്യായ വെയില. ഇതാ പുല്ല് കഴിക്കണം ചേട്ടൻ അടുത്ത ജോലി തുടങ്ങിയിരിക്കുകയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാലേ ഭയങ്കരമായി പുല്ല് മുളയ്ക്കും. അപ്പോൾ നമ്മൾ വാഴ വെച്ചിരിക്കുന്ന തോട്ടം ആ വീടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് പുല്ല് നല്ല രീതിയിൽ ഉണ്ടായി. അപ്പോൾ അത് കരിച്ചു കൊടുക്കാമെന്ന് വെച്ചു. ഇത് മുണ്ടാനൊക്കെ വീഴുന്ന അപ്പൊടി മേല് പൊള്ളൂലേ? അതിനാ പിന്നെ എന്നാൽ പിന്നെ ഒരു തോർത്ത് എന്തെങ്കിലും എടുത്ത് വട്ടം ചുറ്റിയാൽ മതിയായിരുന്നു. ഇവിടെ നിൽക്കുന്ന ഒരു മാവിൽ കാച്ചതാണേ. താഴെ ഇതേ ഉള്ളു. ടൈം പാസ്. മാവ് കാണിച്ചു തരാം. നിറച്ച് മാങ്ങയൊന്നുമില്ല, പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ. എന്താ മുത്തശ്ശി മാവ, പഴയ മാവ കണ്ട. ആ സൈഡിലേക്കൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അത് അത് ഇപ്പം ചേട്ടൻ്റെ വാഴക്കുലയൊക്കെ നോക്കാനായിട്ട് വന്നു. വാഴത്തോട്ടത്തിലെത്തിയതാണ്. ഇവിടെയെല്ലാം പുല്ലായിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പുല്ല് മുളച്ചു. എൻ്റെ കയ്യിൽ എൻ്റെ ഫോണും മാങ്ങയും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ചെറിയ കൊലകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം പിന്നെ വലിയൊരു വാഴച്ചുണ്ട്, അത് പക്ഷെ ചേട്ടൻ എത്തത്തില്ലായിരിക്കും. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വാഴത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. എന്നെ ആരെങ്കിലും പിടിച്ചിറക്കിയാൽ ഞാൻ ഇറങ്ങും. എടുത്തങ്ങ് ഇറക്കാൻ പറ്റുമോ? ഇതെങ്ങനെ ഇറങ്ങും? അയ്യോ, ഈ ഫോൺ പിടിക്കാവോ? അത് പോയതാ. എന്നാലും എന്റെ കയ്യാ പിടി. എമ്പുരാനോ? നേരത്തെ എമ്പുരാനാണ്. ഇപ്പൊ എമ്പുരാനല്ലേ ട്രെൻഡ്. ലൂസിഫർ ചേട്ടൻ കണ്ടിട്ടില്ല. അപ്പം ലൂസിഫർ കണ്ടിട്ടേ നമ്മൾ എമ്പുരാൻ കാണാൻ പോകൂ. ഞാനാണെങ്കിൽ ലൂസിഫർ ഇപ്പോൾ ഒരു 50 തവണ കണ്ട്. ഞാൻ ആ സിനിമ വരുമ്പോൾ ചേട്ടാ ഇത് കാറി ചേട്ടാ, അടിപൊളിയാ ചേട്ടാ എന്ന് പറഞ്ഞു. എനിക്ക് സിനിമ ഇരുന്ന് കാണണമെന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എമ്പുരാൻ കാണണമെങ്കിൽ ലൂസിഫർ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ പറയാം എനിക്ക് ആ ലൂസിഫർ ഒന്ന് കാണണമല്ലോ എന്ന്. ഉള്ള OTT-ന്നല്ല ലൂസിഫറിനെ അവരെടുത്ത് മാറ്റി. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും കാണിക്കാറുണ്ട്. ഇനിയിപ്പോൾ അതിൽ ഏഷ്യാനെറ്റിലും വന്നാൽ നമുക്ക് കാണിക്കാം. അതേ ചേട്ടാ പാമ്പും കൂണ അവിടെ ഒടിഞ്ഞു പോയി. പാമ്പും കൂണാന്നേ. അതൊന്നും എനിക്കറിയില്ല. എന്നെ ഇറക്കണം. പുലിയുണ്ടോ? പുലി ആ കടുവയുടെ പേരാണോ ജാക്സൺ? ഇതേ പോ. എന്നെ പിടിക്കാൻ നിൽക്കണ ചേട്ടൻ എന്നിട്ട് ഉരുണ്ട് താഴെ പോവുക. ഞാൻ പറഞ്ഞ ഞാൻ പോയിട്ട് മൊത്തം പോയിട്ട് പിടിക്കാണ് വീഡിയോ. അയ്യേ മോശം. ആവശ്യമില്ലാതെ കട്ട് ചെയ്തോ? ചേട്ടൻ ഉരുണ്ട് വീണതാണോ?
അതാണ് കട്ട് ചെയ്യണ്ടേ? അത് വേണ്ട. എന്നെ മുകളിലേക്ക് പൊക്ക, എന്നെ മോളിൽ പൊക്ക, താഴേക്ക് വലിക്കാതെ. അപ്പൊ ഞാൻ എന്നെ ഈ കയ്യപ്പിടി. എന്നാ അപ്പൊ ഇവിടെ നിന്ന് ആരിറക്കും? അങ്ങനെ നമ്മൾ ഈ വാഴത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ അടുത്ത് പോയി സുഹൃത്തുക്കളെ. എൻ്റെ കാല് ചെന്നിടിച്ചിട്ട് വേദന എടുക്കുക. ലേഡീസ് ഹോസ്റ്റലാ, ലേഡീസ് ഹോസ്റ്റൽ, പ്രീ മെട്രിക് ഹോസ്റ്റൽ കരിമണ്ണൂർ, പട്ടികജാതി വികസന വകുപ്പ്. പിള്ളേരൊക്കെ വീട്ടിൽ കൂടെ പോയേക്കോ, അവധിയാ. എൻ്റെ ചേട്ടൻ. അയ്യാ ഞാനും അടുത്ത വാഴക്കള ചുവന്നിട്ട് പോലെ ഇങ്ങനെ സാറട്ടെ നിൽക്കട്ടോ, കട്ട് ചെയ്യണം നിൽക്കാം. നമ്മൾ കരിമണ്ണൂർക്ക് ഇറങ്ങി വരുന്നൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ ഇതിപ്പോൾ. പറമ്പിൽ നിന്ന് കന്നാര വെച്ചിരിക്കുന്നുണ്ടോ? ഇതാ കന്നാരത്തോട്ടങ്ങളാണ്. ഇതാ നമ്മുടെ പള്ളി കാണുന്നുണ്ടോ? അത് പള്ളി, അത് കരിമണ്ണൂർ ഹോസ്പിറ്റൽ ഒക്കെയാണ് കേട്ടോ. ഇത് പള്ളി, ഇതേ കെട്ടിടം, അതേ കെട്ടിടം, ഇതേ അത് പള്ളിയാണേ. അങ്ങനെ നമ്മളിതേ കടയിലെത്തിട്ടോ. ഇനി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. ആൻസൂട്ടറിൻ്റെ സൺഡേ ക്ലാസ് കഴിഞ്ഞില്ല. ഇങ്ങനെ ആൻസൂട്ടറിനോട് ഇങ്ങോട്ട് വരാൻ പറയണം. അയ്യോ കേട്ടാ, മടുത്തതായിട്ട് തോന്നുന്നില്ലേ? ക്ഷീണിച്ചിരിക്കുന്ന അപ്പൊ അതായത് കല്യാൺ സിൽക്സ് രാത്രി കാഴ്ചകളില്. അപ്പൊ ഞങ്ങളിതാ തൊടുപുഴ വരെ ഒന്ന് വന്നതാണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിന് മുമ്പൊക്കെ ആയിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ചേട്ടൻ ആ ഒരു കർത്തവ്യം നിർവഹിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം അതിനുവേണ്ടി നമ്മൾ തൊടുപുഴ വന്നാണ്. ഇനിയിപ്പം നമുക്ക് തൊടുപുഴ പോകുന്നതിന് മുമ്പായിട്ട് ചേട്ടന് നല്ല തലവേദനയാണ്. നമുക്ക് ഒരു ഇത് വാങ്ങണം, ഗുളിക വാങ്ങിച്ച് ആദ്യം ചേട്ടന് കഴിക്കണം. അതിന് ശേഷം നമുക്കത് പെട്ടെന്ന് വണ്ടി കയറി ചൂട് AC-ക്കകത്തും കയറി പിന്നെ ചൂടുള്ള കൊക്കക്കോള കഴിച്ചു എന്നൊക്കെ പറയുന്നിട്ട് എനിക്കറിയാൻ പാടില്ല. അപ്പം തൊട്ട് തുടങ്ങി. അതേ നമ്മുടെ തൊടുപുഴ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഉത്സവത്തിൽ ആർച്ച്, ഇവിടെ നിന്നൊരു ചെറിയ ആർച്ചുണ്ട് അങ്ങാരുതേ. അമ്പലം അടിപൊളിയാട്ടോ. പോയാൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് വരാറുണ്ട് ചേട്ടാ. അതിനാ അല്ല ഇതില് ജസ്റ്റ് അത് ഫ്രണ്ടൊക്കെ ഒന്ന് എടുക്കാറുണ്ട്. അല്ല നമ്മുടെ ബെൽറ്റ് നമുക്കതാ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങാം. ഇവിടെ മെഡിക്കൽ സ്റ്റോർ ഉണ്ടോ? അല്ല ചെരുപ്പ് കടയിലൊക്കെ ബെൽറ്റ് കിട്ടും ചേട്ടാ. വേണ്ട വേണ്ട, TDMൽ നല്ല സാധനം, പക്ഷെ ഭയങ്കര റേറ്റാ. നല്ല സാധനം പക്ഷെ റേറ്റാ. പുളിമൂട്ടില് ഷൂ പാർക്ക്. വണ്ടി ഒതുക്കാനുള്ള ഒരു സ്ഥലം ഇല്ല. തൊടുപുഴയും പാലായും ഒക്കെ കണക്കാം. തൊടുപുഴ പിന്നെ ഒതുക്കാം, പാലായിൽ അത്രയും പോലും പറ്റത്തില്ല. പാലായിൽ ഒട്ടും പറ്റത്തില്ല. പാലായിൽ ആ റോഡ് വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു അല്ലേ? ആ മറ്റേ ബൈപ്പാസ് റോഡ്. അതെ അതെ, ഞായറാഴ്ച മാത്രല്ല ഇന്ന് പെരുന്നാളാ. ഇന്ന് രാത്രി നാളെ പകലും. അതുകൊണ്ട് തന്നെ ഒത്തിരി കടകൾ അടച്ചു. ചേട്ടന് നല്ല തലവേദനയാ. ഈ ഭാഗത്ത് മെഡിക്കൽ സ്റ്റോർ അല്ലേലും ഇല്ല. ഇനി ആ മങ്ങാട്ടുകാവിൽ ഒരു മെഡിക്കൽ സ്റ്റോറേ ഉള്ളെന്ന് എനിക്ക് തോന്നണേ. ആൻസൂട്ടറിന് സ്പോർട്സിന്റെ സാധനമൊക്കെ വാങ്ങിയ കട ഇതാണ്. ഫിഫ സ്പോർട്സ് ഹബ്ബ്. നമ്മൾ പ്രൊമോ വീഡിയോ ഒക്കെ ഇട്ടേക്കാന്നൊക്കെ പറഞ്ഞതാ. നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അല്ലേ? ഇതാ ഒരു കറുത്ത പട്ടി പോണം. അത് ഒത്തിരി വലുതല്ല. ആ ബെൽറ്റ് ഉള്ളവനാ. അപ്പം ആരുടെയെങ്കിലും പട്ടിയാ. അതല്ല ഏത് കട? DDRCയോ?
ബെൽറ്റ് വാങ്ങാടാ വെച്ച. എടാ നാളെ വിശ്വാസോത്സവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേടാ? നിനക്കൊന്നും മനസ്സിലാവൂല്ലോ പള്ളിയിൽ പോകുമ്പോ. ഇവിടെ മരുന്ന് കടയുണ്ട് കേട്ടാ. ഇതാ ഇവിടെ ഉണ്ടെന്ന് തോന്നൂലേ? എവിടെയൊക്കെ മരുന്നെന്ന് കണ്ട്. എവിടെയെങ്കിലും നിർത്തിയാട്ടാ, ഞാൻ ഇവിടെ നിന്ന് വാങ്ങാം. എന്താ ഇവിടെ നിർത്തിയാട്ടാ. അപ്പോൾ കഴിഞ്ഞ ദിവസം സിപ്പപ്പ് ചലഞ്ചിൽ ജയിച്ച ആൻസ് കുട്ടന് ചോക്കോബാർ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആരും ആൻസ് കുട്ടന് സമ്മാനം കിട്ടില്ല എന്ന് പറയില്ല. അങ്ങനെ ദയനീയമായി പരാജയപ്പെട്ട എനിക്ക് ചോക്കോബാർ സമ്മാനം. അപ്പോൾ തോറ്റാലും കിട്ടിയേനെ. പിന്നെ പപ്പ മനഃപൂർവ്വം തോറ്റ് തന്നതാ. ഇങ്ങനെ സിപ്പപ്പ് ഇങ്ങനെ ഊമ്പി അതറിഞ്ഞായിരുന്നോ? നീ മനസ്സിലാക്കിയായിരുന്നോ? ഇല്ലേ? ഇല്ലേ? ഇതിൽ ഇവനാ ജയിക്കുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമ്മളത് തൊടുപുഴയൊക്കെ പോയി സക്സസ് ആയിട്ട് തിരിച്ചു വന്നു. നമ്മളൊരു വട്ടം വാങ്ങാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഒപ്പം ആൻസ് കൂട്ടനും കിട്ടി. ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കടയിൽ വന്നാണ്. കട അടച്ചിട്ടില്ലായിരുന്നേ, നമ്മൾ പൂട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കടയിൽ വന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. ചേട്ടന് ഗുളികയൊക്കെ വാങ്ങി, മരുന്നൊക്കെ കഴിച്ചു. എന്നാലും ഒരു അസ്കിത പോലെ നാവൊക്കെ വരളുന്നു, തൊണ്ട വരളുന്നു എന്നൊക്കെ പറയുന്ന കേട്ടു. എങ്ങനെ ഓടണ്ട വെച്ചാൽ ഇരിക്കുന്ന ഫാനോട്ട്. ആൻസുകുട്ടൻ ചോക്കോബാർ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കടയിൽ നിന്ന് തന്നെ എടുത്തേട്ടോ. അപ്പം എന്നാണേലും ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറയും പോലെ. പിന്നെ ഞാൻ ഒരു കാര്യം എപ്പോഴും പറയണമെന്ന് ഓർത്താണേ. എന്താണെന്നറിയോ? ഈ ഒരു കമ്പനിയുടെ അത് കണ്ടോ, ഡീലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ഫുഡ് ഐറ്റത്തിന് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ കടല വറുത്തതാണെങ്കിലും പപ്പടവടയാണെങ്കിലും ഈ സംഭവമാണെങ്കിലും ഈ എന്നതാ ഈ സാധനം ഇല്ലേ പക്കാവട, ഭയങ്കര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് അതിന്. അവരുടെ കമ്പനി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഞാനങ്ങനെ ബേക്കറി ഐറ്റംസ് എനിക്ക് മിച്ചറ എന്നൊക്കെ പറയണം ഓക്കെ ഞാൻ കഴിക്കാറുള്ളൂ. പക്ഷേ ഈ പക്കാവടയൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം. എൻ്റെ ആങ്ങളയ്ക്ക് പക്കാവട എന്ന് വെച്ചാൽ ജീവനായിരുന്നു. പക്ഷേ ഇതിന് ഇത്രയും ടേസ്റ്റുള്ളൊരു ഫുഡ് ഇതുപോലെ ഉണ്ടാക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. പക്ഷേ ഡീലാൻഡിൻ്റെ നമ്മൾ ഇന്നലെ ഷോർട്ട് വീഡിയോ എടുത്ത് കടല കൊണ്ടുപോയി. ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാൻ. നല്ല കറുമുറാന്ന്. അതുപോലെ പപ്പടവട ഇതെല്ലാം ഡീലാൻഡിൻ്റെ കമ്പനിയാണ് നമ്മളിവിടെ വാങ്ങുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു തവണയെങ്കിലും ഇവർ പല കടകളിലൊക്കെ കൊടുക്കുമല്ലോ, കഴിച്ചു നോക്കണേ. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ. ആൻസോട്ടനിരിക്കണോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ വാങ്ങാൻ പോയത് ഷോർട്ട് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും. നമ്മൾ ഒരു ഫോൺ വാങ്ങാൻ പോയതാണ്. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഫോൺ എടുത്താൽ ഇതുവരെ ആദ്യം എടുത്ത ഫോണിനേക്കാളും നല്ല സെറ്റ് വാങ്ങി വന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഈ ഫോണിനേക്കാളും വില കൂടിയൊരു ഫോൺ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ ഒന്നും അറിയാൻ പറ്റത്തില്ല. കാരണം ചേട്ടനിപ്പോൾ വാങ്ങിച്ചു തന്നത് നമ്മുടെ സാംസങ് ഗാലക്സി 25 അൾട്രയാണ്. നമ്മൾ 24 എടുക്കാനാണ് പോയത്. നമ്മൾ ഒത്തിരി എൻ്റെ സ്റ്റുഡൻസിനോടും നമുക്ക് പരിചയമുള്ള കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാംസങ് 24 തന്നെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 25 കുറച്ചുകൂടെ ഒരു ഇതായിട്ടൊക്കെ വന്നതായിരിക്കില്ല. 24 നല്ല അതേ ഓപ്ഷനൊക്കെ തന്നെയാണ് 25ലും ഉള്ളതെന്നൊക്കെ അപ്പം അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും അവിടെ ചെന്നപ്പോൾ നമ്മൾ 24 എടുക്കാൻ പോയെങ്കിലും നമ്മളവിടെ 25 എടുത്ത് നമ്മൾ വെറുതെ പോവുകയല്ല ചെയ്തത്. നമ്മൾ ഒത്തിരി തൊടുപുഴയുള്ള ഒത്തിരി ഷോപ്പിലേക്ക് നമ്മൾ അതാ പിന്നാട്ടോടാ സിമ്മൊക്കെ ഊരുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി തൊടുപുഴയിലെ എല്ലാ ഷോപ്പിലേക്കും വിളിച്ച് അന്വേഷിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പല ഷോപ്പിൽ നേരത്തെ പോയി ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയി എടുത്തത്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷനായിട്ട് നമുക്ക് തോന്നിയത് അതിനകത്ത് ഇതൊക്കെ ഉണ്ട്, മെമ്മറി കാർഡ് ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഇടേണ്ടതെന്ന് നോക്കിയിട്ട് വേണം, ചുമ്മാ അവിഞ്ഞ് പോയി ഇടേണ്ടത്. അപ്പോൾ എൻ്റെ പഴയ ഫോണാണെങ്കിൽ വീട്ടിൽ വെച്ചേക്കാനായിട്ട് ഞാൻ എടുത്തു ആൻസോട്ടന്. അപ്പം അത്
ഇതിന് പല ഓപ്ഷൻസും ഇനി കളഞ്ഞ് പല ആപ്പുകളൊക്കെ കളഞ്ഞിട്ട് ആൻസൂട്ടിനായിട്ടത് കൊടുക്കാം. ഗെയിംസ് ഗെയിമിനി പഠിക്കാനൊന്നും കളിക്കാൻ സമയം കാണില്ല. ഇനിയിപ്പോൾ പഠിക്കാൻ ഏറെ ഉണ്ട് ആൻസൂട്ടിന്. അങ്ങനെയല്ല, സ്കൂളിൽ ഇനി പഠിക്കാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കളിക്കാൻ സമയം ഉണ്ടാവില്ല. ആ എവിടെയാണോ കുത്തണേ? വേറെ ഓട്ടയില്ല. അറിയാൻ മേലാത്ത പണിക്ക് നീ പോവണ്ട. ഞാനിത് ഇന്നുവരെ കുത്തിയിട്ടില്ല. ഞാൻ ഈ വീഡിയോ ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് കുത്താം. എന്നാ പിടിക്കാം. വെറുതെ ആ ഫോൺ കുത്തി കളയണ്ട. അറിയില്ല, വല്ലവരെ കൈ കൊടുത്ത് ശരിയാക്കിക്കാം. വെറുതെ കുത്തണ്ട, കുത്തി കളയണ്ട കേട്ടാ. ചുമ്മാ കുത്തി കളഞ്ഞേക്കരുത്. എങ്ങനെയാ നോക്കി ഊരണം. അകത്തേക്ക് പുറത്തേക്ക് വിടുന്ന സംഭവങ്ങളുണ്ട്. കാണിച്ചേ അത് മെമ്മറി കാർഡാ. അപ്പം ഇങ്ങനെ തന്നെ ഇടണം. ഇത് വന്നത് അടിയിലേക്ക് ഇടണം. അങ്ങനെ നമ്മൾ ഫോൺ വാങ്ങിച്ചു. പലരുടെ ഒരു പരാതിയായിരുന്നു നമ്മുടെ ഫോണിന് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്താണെങ്കിലും ക്ലാരിറ്റി ഒക്കെ ഇപ്പോൾ വീഡിയോയിലൊക്കെ ഇനിയിപ്പോൾ ഉള്ള വീഡിയോയിലൊക്കെ ഉള്ള ക്ലാരിറ്റിയോടൊക്കെ കൂടി വരും. ഇനിയും എന്തെങ്കിലും ക്ലാരിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴുള്ള റേഞ്ചിൻ്റെ പ്രോബ്ലംസ് വരാം. ചിലപ്പം അതിലെ ചാർജ് തീർന്നാൽ, അതായത് അന്നത്തെ ഡേറ്റ തീർന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഒരു മങ്ങിയ കളറിലൊക്കെ വരാം. അതൊക്കെ ഒരു പരിധി വരെ കാരണം. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് തീരെ ക്ലാരിറ്റി കുറവൊന്നും അധികമൊന്നും എല്ലാത്തിനൊന്നും വരാറില്ല. ചേട്ടൻ്റെ ഫോണിലെടുക്കുന്ന വീഡിയോസിനെല്ലാം നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. കാരണം അത് നല്ല പുതിയ ഫോണും നല്ല ക്യാമറ സെറ്റിങ്സൊക്കെ ഉള്ള സാംസങ്ങിൻ്റെ തന്നെ നല്ലൊരു സെറ്റാണ്. നല്ല റേറ്റുള്ളൊരു ഫോണാണ്. ഒരു 1,00,000 രൂപയോളമൊക്കെ വില വരുന്നൊരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാനപ്പോൾ വീഡിയോ നമ്മളെടുക്കുന്ന വീഡിയോ ഒക്കെ വേറെ ഫോണിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ക്ലാരിറ്റിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർക്കാറുണ്ട് ആളുകളുടെയൊക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ ഡേറ്റ തീരുന്ന സമയത്തോ അല്ലെങ്കിൽ റേഞ്ചിൻ്റെ പ്രോബ്ലം ഒക്കെ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അതെവിടെ ഒരു കക്ഷി ഇരുന്നിട്ട് ആഹാരം കഴിക്കുന്നതാണ് കാണുന്നത്. പൂജയ്ക്ക് തീറ്റ കൊടുക്കാറില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ പൂജയ്ക്ക് നമ്മൾ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. പൂജയ്ക്ക് നമ്മൾ സ്ഥിരം ഫുഡ് കൊടുക്കുന്ന പാത്രമാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് 8ൻ്റെ പണിയുണ്ട്. ഇതാ ചക്ക കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് മൊത്തം ഇനി വെട്ടി പുഴുങ്ങി വെക്കണം ചേട്ടൻ വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളങ്ങനെ ഞാനും ആൻസൂട്ടനും കൂടെ അങ്ങനെ ഇപ്പോൾ ഇവിടെ കട്ട പോസ്റ്റായിട്ടൊക്കെ ഇരിക്കുകയാണ്. ആൻസൂട്ടനാണെങ്കിൽ ഫോണിനകത്തൊക്കെ ഇരുന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇനി ഇതിലും റേറ്റ് കൂടിയൊരു ഫോണ്, കാരണം 1,50,000 രൂപയുള്ളൊരു ഫോണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കൊരു ഫോണൊന്നും ഇനിയിപ്പം എൻ്റെ ജീവിതത്തിലൊന്നും ചേട്ടൻ പോലും വാങ്ങിച്ചു തരത്തില്ല. ഇനിയിപ്പോൾ എനിക്ക് ഫോണേ കിട്ടാൻ ഒരു ചാൻസ് ഇല്ല. കാരണം ഇത്ര റേറ്റുള്ള ഫോണ് വാങ്ങിയിട്ട് പിന്നെ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും റേറ്റുള്ള ഫോൺ വേണമെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ എന്താണെങ്കിലും താങ്ക്സ് ചേട്ടന്, ഒരുപാട് താങ്ക്സ്. ചേട്ടൻ വീഡിയോ കാണുമൊന്നുമില്ല. ചേട്ടനെ ഇപ്പോൾ ഞാനിപ്പോൾ എന്തോ ഒരു പുകഴ്ത്തി പറഞ്ഞാലും പൊക്കി പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ചേട്ടനത് കാണാൻ വേണ്ടി പറയുന്നൊന്നുമല്ല കേട്ടോ. കാരണം ചേട്ടൻ വീഡിയോ കാണത്തില്ല. അതിന് തന്നെ എടുത്തിട്ട് നോക്കാനും അറിയത്തില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയവും ഇല്ല. അതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീർക്കുകയാണ്. അപ്പം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അപ്പം നമ്മൾ ഞായറാഴ്ച പോയി ഫോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് തിങ്കളാഴ്ച നമ്മൾ ബാക്കി വീഡിയോ എടുത്തേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പുതിയ ഫോണിനകത്താണ്. അതുകൊണ്ടാണ് ഞാൻ പുതിയ ഫോൺ കാണിച്ചു തരാത്തത്. പഴയ ഫോൺ പഴയ ഫോൺ 30,000-32,000 രൂപയുടെ ഒരു ഫോണായിരുന്നു. A71. അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും ബെറ്ററായ ഒരു ഫോണായിരുന്നു. അതിലിപ്പോൾ നമ്മളൊരു സിമ്മൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് വർക്കിംഗ് ഒന്നുമല്ല. സിം ഇതിനകത്ത് ആക്ടിവേറ്റ് ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഓൾറെഡി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2 സിം ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ സിം ഇതിനകത്ത് ആക്ടിവേറ്റ് ആയിട്ടില്ല. അത് സിമ്മെന്തോ കട്ടായിട്ട് എന്തോ കിടക്കുവാണ്. ഇട്ട സിം ഏതൊക്കെയാണെന്ന് എനിക്ക് അറിയാനും പാടില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമ്പറുകൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല, അതും വേറൊരു കാര്യം. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അതിനെ ഓക്കെ ആക്കിയിട്ട് വീട്ടിൽ വെക്കാനുള്ള ഫോണായിട്ട് കൊടുക്കണം. പിന്നെ ഈ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ അതാ ഈ ഫോൺ അങ്ങ് ഓഫായി പോകും. ചൂടായി കഴിഞ്ഞാൽ ഇത് അയ്യോ ഇപ്പോൾ തെളിയണോ ഇല്ലോടാ, ഓഫായി പോകും, പിന്നെ തെളിയത്തില്ല. അതായിരുന്നു എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ സത്യത്തിൽ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ ഫോണ് പോയി, എൻ്റെ ഫോണ് എൻ്റെ കഥ കഴിഞ്ഞപ്പോൾ വാങ്ങിയതാണ് നമ്മൾ ഈ ഒരു സെറ്റ്. ഒരിക്കലും ഇങ്ങനെ ഒരു സെറ്റ് എടുക്കണം എന്നൊന്നും ആഗ്രഹിച്ചിരുന്നല്ല കേട്ടോ, അത് വേറൊരു കാര്യം. S25 Ultra ഇറങ്ങിയപ്പോൾ അയ്യോ എത്രയോ റേറ്റോ, നമ്മുടെ കയ്യിലൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പോയി. പക്ഷെ എന്തുകൊണ്ടോ ചേട്ടൻ അത് വാങ്ങിച്ചു. നമ്മൾ വ്ളോഗറൊക്കെ ആയതുകൊണ്ടും
ചേട്ടന് വീഡിയോ എടുക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടും ചേട്ടൻ എന്താണെങ്കിലും അതൊരു വാങ്ങിച്ചു തന്നു, അതിലും ഒരുപാട് താങ്ക്സ്. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പുതിയ വിശേഷം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ്. ഇങ്ങനെ കൂട്ടുമ്പോൾ ക്ലാരിറ്റി കൂടുന്നുണ്ടല്ലേടാ, അത്ര വേണ്ട. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ഇൻ ദോസ് ഡ്രീംസ്. ബൈ.